കുട്ടികൾക്ക് പനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് പനിയുള്ള സമയത്ത് കുട്ടികളെ നിർബന്ധിച്ച് ഫുഡ് കൊടുക്കാതിരിക്കുക. പനിയുടെ കൂടെയുള്ള ലക്ഷണങ്ങളായ വിശപ്പില്ലായ്മ, തലവേദന, ഛർദി, അതേപോലെ തന്നെ മനം പുരട്ടൽ എന്നിവയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവാം. ഈ ഒരു സമയത്ത് അവരെ നിർബന്ധിച്ച് ഫുഡ് കൊടുക്കാതിരിക്കുക. പകരം ധാരാളമായി വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം, ചൂടുവെള്ളം, അതുപോലെ തന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും മധുരമുള്ള നാരങ്ങ വെള്ളം, ORS എന്നിവ കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് കുട്ടിയുടെ നെറ്റിയിൽ പനിയുള്ള സമയത്ത് ചില രക്ഷിതാക്കൾ നനഞ്ഞ തുണി വിരിച്ചിടുന്നത് സാധാരണയായി കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. പകരം ഇളം ചൂടുവെള്ളത്തിൽ ടവൽ നനച്ച് കുട്ടിയുടെ ശരീരമാസകലം തുടച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനെ സ്പോഞ്ചിങ് എന്ന് പറയും. മൂന്നാമതായിട്ട് കുട്ടി കിടക്കുന്ന റൂമിലെ AC ആണെങ്കിൽ ACയുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. ഫാൻ ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫാനിൻ്റെ നേരെ ചുവട്ടിലാണ് കുട്ടി കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒന്ന് മാറ്റി കിടത്താവുന്നതാണ്. പിന്നെയുള്ളൊരു കാര്യം, പനിയുള്ള സമയത്ത് അവർക്ക് ചിലപ്പോൾ കട്ടിയുള്ള സ്വെറ്റർ പോലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊടുത്ത് കാണാറുണ്ട് നമ്മൾ പലപ്പോഴും ക്ലിനിക്കിൽ പനിയുള്ള കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത്. അങ്ങനെ കട്ടിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. പകരം ലൂസായ കോട്ടൺ പോലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് കൃത്യമായ ചികിത്സ. പലതരത്തിലുള്ള പനികൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കൃത്യമായ ചികിത്സ, പനി വരുന്ന സമയത്ത് തന്നെ പാരസെറ്റമോൾ കൊടുക്കുന്ന ഒരു പ്രവണത ഇന്ന് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതല്ല, കൃത്യമായ ചികിത്സ, എന്ത് തരം പനിയാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് കുട്ടിക്ക് നൽകേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ റെസ്റ്റ് കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. പനി കുറഞ്ഞ ഉടനെ തന്നെ അവരെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനിലേക്കോ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യം ചെയ്യരുത്. പൂർണ്ണമായ വിശ്രമം നൽകേണ്ടതാണ് കൃത്യമായ ചികിത്സയോടെ ഒപ്പം. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടിയെ പൂർണ്ണമായി ഈ ഒരു പനിയുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പാടുള്ളൂ. ഇത് നിങ്ങളുടെ കുട്ടിക്ക് അസുഖം പൂർണ്ണമായി, അതായത് ക്ഷീണം ഇതുപോലുള്ള ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറുന്നതിനും അതോടൊപ്പം മറ്റു കുട്ടികൾക്ക്, അതായത് പകർച്ചപ്പനിയാണെങ്കിൽ മറ്റു കുട്ടികൾക്ക് ഈ പനി വരാതെ ഇരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ കൂടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പനി വരുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു.